നമസ്കാരം, വേദാസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വെർബ് അഥവാ ക്രിയ. എന്താണ് വെർബ് എന്ന വാക്ക് വന്നിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിലെ വെർബം എന്ന വാക്കിൽ നിന്നാണ്. വെർബ് അഥവാ ക്രിയ എന്ന വാക്ക് ഉണ്ടായത്. എന്താണ് വെർബ്? വെർബിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? വെർബ് ഈസ് എ വേർഡ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ, സ്റ്റേറ്റ് ഓർ ഒക്കറൻസ്. വെർബ് ഈസ് എ വേർഡ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ, സ്റ്റേറ്റ് ഓർ ആൻ ഒക്കറൻസ്. ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്ന ഏതൊരു വാക്കിനെയും നമ്മൾ എന്തെന്ന് വിളിക്കും? വെർബ് എന്ന് വിളിക്കും. ഉദാഹരണങ്ങൾ നോക്കൂ. സിറ്റ് ഇരിക്കുക, സ്റ്റഡി പഠിക്കുക, വാക്ക് നടക്കുക, ലുക്ക് നോക്കുക, ജമ്പ് ചാടുക, പ്ലേ കളിക്കുക. ഇതെല്ലാം ഏതൊക്കെയോ ആക്ഷനുകളെ സൂചിപ്പിക്കുന്ന വാക്കുകളല്ലേ? അപ്പൊ എന്താണ് വെർബ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ വേർഡ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ, സ്റ്റേറ്റ് ഓർ ഒക്കറൻസ്. ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്ന ഏതൊരു വാക്കിനെയും നമ്മൾ എന്തെന്ന് വിളിക്കും? വെർബ് എന്ന് വിളിക്കും. ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ വെർബ് എന്താണെന്ന് മനസ്സിലാക്കുന്നതും വെർബിന്റെ വിവിധ ഫോമുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വെർബിന്റെ ഫോമുകൾ ആണ് പരിചയപ്പെടുന്നത്. ഇംഗ്ലീഷിലെ വെർബിന്റെ 5 ഫോമുകളാണ് ഇവിടെ ഉള്ളത്. വി അഥവാ ബേസ് ഫോം ഓഫ് ദി വെർബ്, V1 അഥവാ പ്രസന്റ് ടെൻസ് ഫോം ഓഫ് ദി വെർബ്, V2 അഥവാ പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് ദി വെർബ്, V3 past participle form of the verb, V4 present participle form of the verb, V5 present tense form of the verb singular. ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതൊക്കെ എന്താണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തേത് വി എന്നാൽ അഥവാ വെർബിന്റെ റൂട്ട് ഫോം അഥവാ ബേസ് ഫോം എന്നാൽ മലയാളത്തിൽ ക്രിയാധാതു എന്നാണ് വിളിക്കുന്നത്. മലയാളത്തിൽ ഈ ബേസ് ഫോമിനെ എന്തെന്നാ വിളിക്കുന്നത്? ക്രിയാധാതു എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു വെർബിനോടൊപ്പം സഫിക്സുകൾ ഒന്നും ഇല്ലാതിരിക്കുന്നതിനെയാണ് വെർബിന്റെ ബേസ് ഫോം എന്ന് വിളിക്കുന്നത്. സഫിക്സുകൾ എന്ന് വെച്ചാൽ ഇപ്പോ ഈ വാക്കുകളുടെ കൂടെ ചേർക്കുന്ന എന്താണ് പദങ്ങളാണ് സഫിക്സുകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സ്റ്റഡിയിങ് എന്ന വാക്ക് നമുക്ക് എടുക്കാം. സ്റ്റഡിയിങ് എന്ന വാക്കിൽ ഈ ING ആണ് നമ്മൾ സഫിക്സ് എന്ന് വിളിക്കുന്നത്. ഈ ING ആണ് സഫിക്സ് എന്ന് വിളിക്കുന്നത്. അതായത് സഫിക്സും ഉണ്ട് പ്രിഫിക്സും ഉണ്ട്. ഈ വാക്കിന് ശേഷം ചേർക്കുന്നതിനെ സഫിക്സ് എന്നും വാക്കിന് മുമ്പ് ചേർക്കുന്നതിനെ പ്രിഫിക്സ് എന്നും വിളിക്കും. അത് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ്. ഇന്നിപ്പോ നമ്മൾ വെർബാണ് പഠിക്കുന്നത്. അപ്പോ വെർബിനോടൊപ്പം അതായത് മെയിൻ വെർബിനൊപ്പം സഫിക്സുകൾ ഒന്നും ചേരാത്ത ഏതൊരു രൂപത്തെയും നമ്മൾ എന്തെന്ന് വിളിക്കും? ബേസ് ഫോം ഓഫ് ദി വെർബ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി എന്താണ് V1നെ പ്രസന്റ് ടെൻസ് ഫോം ഓഫ് ദി വെർബ് അഥവാ വെർബിന്റെ വർത്തമാനകാല രൂപം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് V1? വെർബിന്റെ വർത്തമാനകാല രൂപം. എന്താണ് ഈ വിയും ഈ V1ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ കാഴ്ചയിൽ ഇത് രണ്ടും ഒരുപോലെ ഇരിക്കും. ഉദാഹരണത്തിന് സ്റ്റഡി എന്നത് സ്റ്റഡിയോടൊപ്പം ഇതില്ല, സഫിക്സുകൾ ഒന്നുമില്ല അല്ലെ? അപ്പൊ അതെന്താ? അത് ബേസ് ഫോം ഓഫ് ദി വെർബാണ് അഥവാ റൂട്ട് ഫോം ഓഫ് ദി വെർബാണ്. സ്റ്റഡിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബേസ് ഫോം ഓഫ് ദി വെർബ് എന്ന് വിളിക്കാം. ഈ ബേസ് ഫോം ഓഫ് ദി വെർബ് ആയിട്ടുള്ള സ്റ്റഡിയുടെ അർത്ഥം പഠിക്കുക എന്നാണ്. ബേസ് ഫോം ആയിട്ടുള്ള സിറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഇരിക്കുക എന്നാണ്. ബേസ് ഫോം ആയിട്ടുള്ള ജമ്പ് എന്ന വാക്കിന്റെ അർത്ഥം ചാടുക എന്നാണ്. ഓക്കെ, അപ്പം ബേസ് ഫോം ആയിട്ടുള്ള സ്റ്റഡിയുടെ അർത്ഥം പഠിക്കുക, ബേസ് ഫോം ആയിട്ടുള്ള സിറ്റിന്റെ അർത്ഥം ഇരിക്കുക, ജമ്പിന്റെ അർത്ഥം ചാടുക. ഓക്കെ, അപ്പൊ ഞാൻ ഒരു 2 എക്സാമ്പിളുകൾ പറയാം മലയാളത്തിൽ. ഓക്കെ, ഒരു കുട്ടി അവിടെ ഇരുന്ന് പഠിക്കുക, ഒരാൾ അവിടെ ഇരിക്കുക, ഒരു ആൺകുട്ടി ചാടുക. ഇനി ഞാൻ വേറെ എക്സാമ്പിൾ ഇതേ വാക്കുകൾ വെച്ച് പറയാം. ഒരു കുട്ടി അവിടെ ഇരുന്ന് പഠിക്കുന്നു, ഒരാൾ അവിടെ ഇരിക്കുന്നു, ഒരാൺകുട്ടി ചാടുന്നു. ഈ 2 എക്സാമ്പിളുകളിൽ ശരിയായിട്ട് നിങ്ങൾക്ക് ഏതാ തോന്നുന്നേ? രണ്ടാമത് പറഞ്ഞതായിരിക്കും അല്ലെ? പഠിക്കുന്നു, ഇരിക്കുന്നു, ചാടുന്നു. എന്താ വ്യത്യാസം? ഇതാണ് വ്യത്യാസം. ഞാൻ ആദ്യം പറഞ്ഞത് വെർബിന്റെ ബേസ് ഫോം അഥവാ ക്രിയാധാതുവും, രണ്ടാമത് ഞാൻ പറഞ്ഞത് പ്രസന്റ് ടെൻസ് ഫോം ഓഫ് ദി വെർബ് അഥവാ വെർബിന്റെ വർത്തമാനകാല രൂപവും. ഓക്കെ, നോക്കാം. ഈ സ്റ്റഡി എന്നത് പഠിക്കുക എന്നാണ് നമ്മൾ പഠിച്ചു.
ഓക്കെ, ഈ പഠിക്കുക എന്ന വാക്കിനോടൊപ്പം ചെയ്യുന്നു എന്ന വാക്ക് ചേരുമ്പോഴല്ലേ പഠിക്കുന്നു എന്ന് കിട്ടുന്നത്. അതുപോലെ സിറ്റ് എന്നാൽ ഇരിക്കുക എന്നാണ്. ഇരിക്കുകയോടൊപ്പം ചെയ്യുന്നു ചേരുമ്പോഴല്ലേ ഇരിക്കുന്നു എന്ന് കിട്ടുന്നത്. ഇരിക്കുക പ്ലസ് ചെയ്യുന്നു ഇരിക്കുന്നു. ജമ്പ് ചാടുക, ചാടുക പ്ലസ് ചെയ്യുന്നു ചാടുന്നു. ഓക്കെ, അപ്പൊ ഈ ചെയ്യുന്നു എന്നതിന്റെ ഇംഗ്ലീഷ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എപ്പോ? ഓക്സിലറി വെർബ് പഠിച്ചപ്പോൾ നിങ്ങൾ ചെയ്യുന്നു എന്നതിന്റെ ഇംഗ്ലീഷ് പഠിച്ചു. എന്താ പഠിച്ചേ? ഡു ആണ് എന്ന് പഠിച്ചു. ചെയ്യുന്നു എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ? ഡു. അപ്പൊ ഈ സ്റ്റഡി പ്ലസ് ഡു എന്തെന്ന് കിട്ടും? സ്റ്റഡി പ്ലസ് പഠിക്കുക പ്ലസ് ചെയ്യുന്നു എന്ത് കിട്ടും? പഠിക്കുന്നു എന്ന് കിട്ടും. അതുപോലെ ഈ സ്റ്റഡി പ്ലസ് ഡു കിട്ടുന്നതിനെയാണ് നമ്മൾ V1 എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റഡിയോടൊപ്പം ഡു ചേരുമ്പോഴാണ് V1 കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഇംഗ്ലീഷില് സ്റ്റഡി പ്ലസ് ഡു എന്ന് എഴുതുമ്പോൾ എന്തെന്ന് തന്നെ കിട്ടും? സ്റ്റഡി എന്ന് തന്നെ കിട്ടും. സ്റ്റഡി പ്ലസ് ഡു എന്ന് എഴുതുമ്പോൾ എന്തെന്ന് തന്നെ കിട്ടും? സ്റ്റഡി എന്ന് തന്നെ കിട്ടും. സിറ്റ് പ്ലസ് ഡു എന്ന് എഴുതുമ്പോൾ എന്തെന്ന് തന്നെ കിട്ടും? സിറ്റ് എന്ന് തന്നെ കിട്ടും. ജമ്പ് പ്ലസ് ഡു എഴുതുമ്പോൾ എന്തെന്ന് തന്നെ കിട്ടും? ജമ്പ് എന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോ കാഴ്ചയിൽ ഇത് രണ്ടും ഒന്നാണ്. വെർബിന്റെ റൂട്ട് ഫോം അഥവാ ബേസ് ഫോമും V1ഉം ഒന്നാണ് എന്ന് പറയാം. പക്ഷേ അർത്ഥമെടുക്കുമ്പോൾ, മീനിങ് എടുക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ ഇവയ്ക്ക് രണ്ടിനും ഉണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതായത് ഈ V1ഉം ബേസ് ഫോമും, അതായത് പ്രസന്റ് ടെൻസ് ഫോമും ബേസ് ഫോമും ഒരേ രൂപമാണുള്ളത്. ഇത് രണ്ടും കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കുക. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചായിരുന്നു, ഒരു ടിപ്പ് പറഞ്ഞായിരുന്നു അല്ലെ. ഒരു വെർബിന്റെ അറ്റത്ത് എസ് അല്ലെങ്കിൽ ES ഉണ്ടെങ്കിൽ അത് ഏകവചനമാണ്, അതില്ലെങ്കിൽ അത് ബഹുവചനമാണ്. ഒരു ഇംഗ്ലീഷിലെ ഒരു വെർബിന്റെ അറ്റത്ത് എസ് അല്ലെങ്കിൽ ES ഉണ്ടെങ്കിൽ അത് ഏകവചനം, അതില്ലെങ്കിൽ അത് ബഹുവചനം. അപ്പോ ഇവിടെ നോക്കൂ, സ്റ്റഡി പ്ലസ് ഡു സ്റ്റഡി, അതിന്റെ അറ്റത്ത് എസ് ഉണ്ടോ? എസ് ഇല്ല. അതുകൊണ്ട് അത് എന്തിന്റെ കൂടെ ഉപയോഗിക്കത്തില്ല? ഏകവചന നൗണുകളോടൊപ്പം ഉപയോഗിക്കത്തില്ല. അപ്പൊ ഇത് എന്തല്ല? ഏകവചനമല്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നു V1 എന്നാൽ പ്രസന്റ് ടെൻസ് ഫോം ഓഫ് ദി വെർബ്. ഏത് വചനം? പ്ലൂറൽ ആണ്, ബഹുവചനമാണ്. V1 എന്നാൽ പ്രസന്റ് ടെൻസ് ഫോം ഓഫ് ദി വെർബ്, പ്ലൂറൽ ബഹുവചനമാണ്. ഓക്കെ, അതായത് വെർബിനോടൊപ്പം എന്തില്ല? എസ് അല്ലെങ്കിൽ ES ഇല്ല. അപ്പൊ അതെന്താണ്? ബഹുവചനമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആലോചിക്കും, ഇപ്പൊ പ്രസന്റ് ടെൻസ് ഫോം ഓഫ് ദി വെർബ് സിംഗുലർ ആണെങ്കിൽ എന്ത് ചെയ്യും? അതായത് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യും? അവിടെ നിങ്ങൾ പഠിക്കുക V5. എന്താണ് V5 എന്നാൽ പ്രസന്റ് ടെൻസ് ഫോം ഓഫ് ദി വെർബ് സിംഗുലർ ആണ്. അതിനെപ്പറ്റി വരുന്ന മുറയ്ക്ക് നമുക്ക് പഠിക്കാം. ഇനി അടുത്ത നമുക്ക് V2 എന്താണ് എന്ന് നമുക്ക് പഠിക്കാം. എന്താണ് V2? V2നെ വിളിക്കുന്നത് പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് ദി വെർബ്. എന്താണ്? പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് ദി വെർബ് അഥവാ ക്രിയയുടെ ഭൂതകാല രൂപം. ക്രിയയുടെ ഭൂതകാല രൂപം അഥവാ പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് ദി വെർബ്. പാസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണും. എന്താണ് പാസ്റ്റ്? കഴിഞ്ഞ കാലത്ത് ചെയ്ത ആക്ഷൻ, കഴിഞ്ഞ കാലത്ത് നടന്ന സംഭവം, അതിനെയാണ് പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് ദി വെർബ് എന്ന് വിളിക്കുന്നത്. ഇതാണ് നമുക്ക് ഇത് പഠിച്ചു എങ്ങനെയാ കിട്ടുന്നത്? പഠിക്കുകയോടൊപ്പം ചെയ്തു എന്ന വാക്ക് ചേരുമ്പോഴല്ലേ പഠിച്ചു എന്ന് കിട്ടുന്നത്. പഠിക്കുകയോടൊപ്പം ഏത് ചേരണം? ചെയ്തു എന്ന വാക്ക് ചേരണം. ഇപ്പൊ നമ്മൾ ഡൂവിന്റെ ഫോം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡൂവിന്റെ പാസ്റ്റ് ടെൻസ് ഫോം ആണ് ഡിഡ്. അപ്പൊ സ്റ്റഡിയോടൊപ്പം ഡിഡ് ചേരുമ്പോൾ എന്ത് കിട്ടും? സ്റ്റഡീഡ് എന്ന് കിട്ടും. എന്തെന്ന് കിട്ടും? സ്റ്റഡീഡ് എന്ന് കിട്ടും. സ്റ്റഡിയോടൊപ്പം എന്ത് ചേരുമ്പോൾ? ഡിഡ് ചേരുമ്പോൾ എന്തെന്ന് കിട്ടും? സ്റ്റഡീഡ് എന്ന് കിട്ടും. ഓക്കെ, സിറ്റിനോടൊപ്പം ഡിഡ് ചേരുമ്പോൾ എന്തെന്ന് കിട്ടും? സാറ്റ്, SAT സാറ്റ് എന്ന് കിട്ടും. ജമ്പിനോടൊപ്പം ഡിഡ് ചേരുമ്പോൾ എന്തെന്ന് കിട്ടും? ജംപ്ഡ് എന്ന് കിട്ടും. പഠിച്ചു, ഇരുന്നു, ചാടി അല്ലെ? സ്റ്റഡീഡ് പഠിച്ചു, സാറ്റ് ഇരുന്നു, ജംപ്ഡ് ചാടി. ഓക്കെ, അപ്പൊ സാധാരണ വെർബുകള് ഡി അല്ലെങ്കിൽ ED, ബേസ് ഫോമിനോടൊപ്പം ഡി അല്ലെങ്കിൽ ED ചേർക്കുമ്പോൾ എന്തെന്ന് കിട്ടും? അതിന്റെ V2 ഫോം കിട്ടും. ഓക്കെ, സാധാരണ വെർബുകൾ ഇപ്പൊ സ്റ്റഡി പ്ലസ് ഡിഡ് സ്റ്റഡീഡ്. അപ്പം ED ചേർക്കുമ്പോൾ എന്ത് കിട്ടി? അതിന്റെ V2 ഫോം കിട്ടി, പഠിച്ചു എന്ന ഫോം കിട്ടി. ജമ്പ് പ്ലസ് ഡിഡ് ജംപ്ഡ്, ED ചേർത്തപ്പോൾ എന്ത് കിട്ടി? അതിന്റെ V2 ഫോം കിട്ടി.
അത്തരം വെർബുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? റെഗുലർ വെർബ്സ് എന്ന് വിളിക്കും. അത്തരം വെർബുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? റെഗുലർ വെർബ്സ് എന്ന് വിളിക്കും. എന്നാൽ ചില വാക്കുകൾ, ഞാൻ ഇവിടെ തന്നെ ഉദാഹരണം എഴുതി. സിറ്റ് പ്ലസ് ഡിഡ് എന്താ കിട്ടിയത്? സാറ്റ്, SAT. ഡിഡ് ചേർത്ത ED അല്ലെങ്കിൽ ഡി ചേർത്തപ്പോ എന്തായില്ല? അതിന്റെ V2 ആയില്ല അല്ലെ? ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഫെല്ല്, ഫാൾ എന്നതിന്റെ V2 ആണ് ഫെൽ. ഫാൾ, ഫെൽ. അവിടെ ED ചേർത്തപ്പോ എന്തായില്ല? V2 ആയില്ല. സ്പീക്ക്, സ്പോക്ക്. സ്പീക്ക് എന്നതിന്റെ V2 ആണ് സ്പോക്ക്. ഡി അല്ലെങ്കിൽ ED ചേർത്തപ്പോ എന്തായില്ല? V2 ആയില്ല. അത്തരം വാക്കുകളെ നമ്മൾ വിളിക്കുന്നതാണ് ഇറഗുലർ വെർബ്സ്. എന്തെന്നാ വിളിക്കുന്നത്? ഇറഗുലർ വെർബ്സ്. ഓക്കെ, അത് എന്താണ്? റെഗുലർ വെർബും ഇറഗുലർ വെർബും. സാധാരണ വെർബിനോടൊപ്പം ഡി അല്ലെങ്കിൽ ED ചേർത്താൽ, ബേസ് ഫോമിനോടൊപ്പം ഡി അല്ലെങ്കിൽ ED ചേർത്താൽ എന്ത് കിട്ടും? അതിന്റെ V2 ഫോം കിട്ടും. അത്തരം വെർബുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? റെഗുലർ വെർബ്സ് എന്ന് വിളിക്കും. എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള V2 വരുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇറഗുലർ വെർബ്സ് എന്ന് വിളിക്കും. അത്തരം വെർബുകളെ കാണാതെ പഠിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും വെബ്സൈറ്റിലൂടെയും അതിന്റെ നോട്ടുകൾ തരും. അത് വെച്ച് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് V2 എന്ന് മനസ്സിലായി കാണും. എന്താണ്? വെർബിന്റെ ബേസ് ഫോമിനോടൊപ്പം ഡിഡ് ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? V2 എന്ന് വിളിക്കുന്നത്, അഥവാ വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഫോം എന്ന് വിളിക്കുന്നത്.